സർ, വെള്ളാപ്പള്ളി ഈഴവ വോട്ടുകളെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ മത സാമുദായിക സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയാണ് വിവാദങ്ങൾ കത്തുന്നത്. വെള്ളാപ്പള്ളി വീണ്ടും രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. വെള്ളാപ്പള്ളിയുടെ പുതിയ നിലപാടിനെ, പുതിയ ഈ ഒരു തുറന്നു പറച്ചിലിനെ, പ്രസ്താവനയൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വെള്ളാപ്പള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈഴവ സമുദായത്തിനും മതിയായ പ്രാതിനിധ്യം വേണം. ഹിന്ദു സമുദായത്തിലെ ഭൂരിപക്ഷ സമുദായമായ ഈഴവ സമുദായത്തിനും എല്ലാ രംഗങ്ങളിലും, വിദ്യാഭ്യാസമാണെങ്കിലും സാമൂഹ്യ രംഗങ്ങളാണെങ്കിലും അധികാര കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും അവർക്ക് ന്യായമായ അവകാശങ്ങൾ വേണം. അത് ചില സംഘടിത മതവിഭാഗങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതായിരുന്നു അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ കാര്യങ്ങളെല്ലാം മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ വന്നുപോയ ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ചില കാര്യങ്ങളാണ് കണക്ക് വെച്ചൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ വലിയ ആക്രമണമാണ്, അദ്ദേഹത്തിന്റെ നേരെ വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എല്ലാവരും ആക്രമിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം സമുദായം, അദ്ദേഹം ഉന്നയിട്ട ഒരു പ്രധാനപ്പെട്ട സമുദായം മുസ്ലിം സമുദായമാണ്. അതിന്റെ ഏതെല്ലാം കോണുകളിൽ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നത്? അദ്ദേഹം അവിടുത്തെ കാന്തപുരം മുസരിയാരെയോ സമസ്തയോ ഒക്കെ വിമർശിച്ചതിന്റെ പേരില് എല്ലാവരും, ആ സമുദായത്തിൽപ്പെട്ടവരും അല്ലാത്തവരും വെള്ളാപ്പള്ളിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി ആയിരുന്നു അദ്ദേഹം സംസാരിച്ചതെന്നുള്ളത് നമുക്കത് പിന്നീട് നോക്കാം. എന്തായാലും ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് ഏക വഴിയെന്ന് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം, നമ്മുടെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ളത് തോന്നുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അത് എത്രയും പെട്ടെന്ന് പഴയ SRPയെ പുനരുജ്ജീവിപ്പിക്കുക. അവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടായിരുന്നു. SNDP യോഗം നേതാക്കന്മാര്, അതിനകത്തിലെ പ്രമുഖന്മാരായ നേതാക്കന്മാര് 70കളിൽ തുടങ്ങിയ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ സമുദായ സംഘടനയെ രാഷ്ട്രീയത്തിലേക്ക് അവർ കൊണ്ടുവന്നിട്ട് SRP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകണം. അത് മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നെങ്കിലേ അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ അവർ അധികാരത്തിൽ വന്ന മുന്നണിക്കകത്തിലെ ഇവർ കക്ഷികളായിരുന്നു. പ്രധാനപ്പെട്ട എക്സൈസ് അടക്കമുള്ള വകുപ്പുകൾ, ആ വകുപ്പുകൾ ഭരിച്ച മന്ത്രിമാർ അവർക്കുണ്ടായിരുന്നു. വളരെയേറെ സമുദായത്തിൽ സ്വാധീനമുള്ള നേതാക്കന്മാരും അതിലുണ്ടായിരുന്നു. അപ്പൊ അന്നേരം ആ സമയത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, യോഗം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ അപ്രസക്തരാകും. എന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ പ്രസക്തി വരുന്നത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഇപ്പൊ മന്ത്രിയോ അത്തരത്തിലുള്ള കക്ഷി നേതാവോ പറയുന്ന അഭിപ്രായത്തിനായിരിക്കും മുൻതൂക്കം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അവർക്ക് വലിയ സേ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുപോലെ വെള്ളാപ്പള്ളി നേരിടുന്ന പോലെ, ഒരു സമുദായ നേതാവ് നേരിടുന്ന പോലെയുള്ള ആക്രമണങ്ങൾ അവരുടെ നേരെ വരികയില്ല. രാഷ്ട്രീയ കക്ഷിയല്ലേ. രാഷ്ട്രീയ കക്ഷിയാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നേരെയുള്ള ഒരു കുന്തമേറൊന്നും നടക്കത്തില്ലായിരുന്നു. വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഒരു കുന്തമേറൊന്നും അദ്ദേഹത്തിന്റെ നേരെ വരികയില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ പച്ചയ്ക്ക് കത്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരികയില്ലായിരുന്നു. ഇതൊക്കെ അദ്ദേഹം ഇന്നലെ വിശേഷിപ്പിച്ചതാണ് കോട്ടയത്ത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ ഏത് മത സമുദായ സംഘടനകൾക്കാണ് രാഷ്ട്രീയ കക്ഷികളില്ലാത്തത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം നേടി അവരെല്ലാം രാഷ്ട്രീയ കക്ഷികളായിട്ട് നിലനിൽക്കുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് അതിന്റെ ശക്തമായ വേരോട്ടമുള്ള രാഷ്ട്രീയ കക്ഷികളില്ലേ, രാഷ്ട്രീയ പാർട്ടികളില്ലേ? കേരള കോൺഗ്രസ് പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ് അതിന്റെ ഒരു പ്രധാന കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, അവരൊക്കെ കത്തോലിക്ക സഭയുമായിട്ട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനത്തരം സ്വാധീനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സഭയ്ക്ക് താല്പര്യമില്ല മക്കളെയാണ് അവര് അത്തരം കാര്യങ്ങളിലേക്ക് അവരെ പൊതുവേദികളിലേക്ക് കൊണ്ടുവരുന്നത്, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അതുപോലെ യാക്കോബായ സഭ, എറണാകുളം കേന്ദ്രീകരിച്ച് വരുന്ന യാക്കോബായ സഭ, എറണാകുളവും മറ്റ് മധ്യ കേരളം കേന്ദ്രീകരിച്ച് വരികയാണ് അവർ. അവർക്കുമുണ്ടല്ലോ ഇപ്പൊ TM ജേക്കബ് പിറവത്തൂന്ന് എത്ര വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരാളെ ഉള്ളായിരുന്ന സമയത്ത് ഒന്ന് രണ്ട്, പിന്നെ ജോണി നെല്ലൂർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകന് ഒറ്റ MLA ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഘടകകക്ഷിയാക്കും. ഒരു MLA ഉള്ളെങ്കിലും മന്ത്രിസ്ഥാനവും കിട്ടും. അങ്ങനെയൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ലത്തീൻ കത്തോലിക്ക സഭയ്ക്കും ഇതേപോലെ തന്നെയാണ്. എറണാകുളം, വരാപ്പുഴ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. എത്രയോ വർഷമായിട്ട് അതേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ചില പാർലമെന്റ് മണ്ഡലങ്ങളെ പ്രതികരിക്കുന്നത്. എറണാകുളം പാർലമെന്റ് മണ്ഡലങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് KV തോമസിന്റെ കാലം മുതൽ, പിന്നെ ജോർജ് ഈഡന്റെ കാലം മുതൽ, ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഹൈബി ഈഡന്റെ കാലം മുതൽ
ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വളരെ ഒരു തവണയോ മറ്റോ ഒന്നോ രണ്ടോ തവണയാണ് എറണാകുളം മണ്ഡലം നേരെ തിരിച്ചൊരു റിസൾട്ട് കാണിച്ചത്. അപ്പൊ അത്തരത്തില് സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് അവർ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനകത്ത് തെറ്റുകളൊന്നുമില്ല. അത്തരം ഒരു പ്രശ്നങ്ങളും ഉള്ള കാര്യങ്ങളുമില്ല. ഓർത്തഡോക്സ് സഭയുണ്ട് കേട്ടോ. തെക്കൻ തിരുവിതാംകൂറെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭയുണ്ട്. അപ്പൊ ഇവിടെ ഈ മധ്യ തിരുവിതാംകൂറാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുപോലെ NSSനും ഉണ്ടായിരുന്നു. NSSനും രാഷ്ട്രീയ സംഘടന ഉണ്ടായിരുന്നു. ശരിക്കും NSSന്റെ രാഷ്ട്രീയ സംഘടനയെ കണ്ട ശേഷമാണ്, അതാണ് ആദ്യം തുടങ്ങിയത്. NDP എന്നായിരുന്നു അതിന്റെ പേര്, NDP. അവർക്കും 4-5 MLA വരെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കിട്ടിയിരുന്നു. അവരുടെ പ്രബലമായ മണ്ഡലങ്ങളായിരുന്നു ആറന്മുള, കോന്നി, ചെങ്ങന്നൂര്, അങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവർ ജയിച്ചിരുന്നു. NDP നായർ പ്രതിനിധികളാണ്, നായർ സമുദായത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വരുന്ന MLA. അവർക്കും മന്ത്രിസ്ഥാനം കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നത് അവസാനത്തെ NDPയുടെ മന്ത്രിയായിട്ട് ഇരുന്നത് ആറന്മുളയിൽ നിന്ന് ജയിച്ച, ഇപ്പൊ വീണ ജോർജ് പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരു R രാമചന്ദ്രൻ നായർ, NSSന്റെ രജിസ്ട്രാർ ആയിരുന്ന രാമേന്ദ്രൻ നായർ ആയിരുന്നു രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിൽ അവരുടെ അവസാന മന്ത്രി എന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമായിരുന്നു. പിന്നീട് അത് അവസാനിച്ചു. അത്തരം രാഷ്ട്രീയ ബന്ധങ്ങള് NSS ഉപേക്ഷിച്ചു. സമുദായ അഭിപ്രായങ്ങളിലേക്ക് മാത്രം മാറി. സമുദായ നേതാവ്, ഇപ്പൊ NSSന്റെ അഭിപ്രായങ്ങൾ പറയുന്നതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതല്ലാതെ നായർ സമുദായത്തിന്റെ അഭിപ്രായങ്ങൾ ഒരു രാഷ്ട്രീയ വേദിയിലേക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പരിമിതിയാണ് വെള്ളാപ്പള്ളി മറികടക്കേണ്ടതെന്ന് തോന്നുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തുക, പഴയ SRPയെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിൽ വരാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും മുന്നണികളെ പുറകിൽ നിന്ന് സഹായിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിലാപങ്ങളൊക്കെ മലപ്പുറത്ത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. മലപ്പുറം വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അവർക്ക് മതിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിന് വടക്കോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. ആദ്യകാലത്ത് കൊടുത്ത കുറച്ച് കോളേജുകളും സ്കൂളുകളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്ലസ് ടു സീറ്റ് വരുന്ന കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് ജയിക്കുമ്പോൾ അവർക്ക് മതിയായ സീറ്റുകൾ കൊടുക്കേണ്ടി വരും. അഡീഷണൽ ബാച്ചും സീറ്റും ഒക്കെ വടക്കൻ ജില്ലകളെ അനുവദിക്കേണ്ടി വരുന്നുണ്ട്. തെക്കൻ ജില്ലകൾ അത് കുറവുമാണ്. ഇപ്പൊ അതിനെ മറ്റൊരു വശത്തേക്കാണ് അദ്ദേഹത്തിന്റെ സംസാരം പോയത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞതിനകത്തിൽ ചില വാക്കുകളിൽ വന്നൊരു ചില കുഴപ്പങ്ങളാണ്. അവിടെ അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ ക്രമാതീതമായിട്ട് പെരുകുന്നതാണ് ഇതിന് കാരണമെന്നാണ്. ഈ അസമത്വത്തിന്, ഈ ജനസംഖ്യാനുപാതികമായ അസമത്വമാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ കവർന്നു കൊണ്ടുപോകാൻ ഉള്ള ഇതിന് കൂട്ടാകുന്നത്, അല്ലെങ്കിൽ അതിന് തുണയാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷെ പറഞ്ഞ വാക്കുകളിലാണ് പ്രശ്നം ഉണ്ടായിപ്പോയത്. കോട്ടയത്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ജനസംഖ്യ വർദ്ധിക്കുന്നു, പ്രൊഡക്ഷൻ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു പോയി. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജനിതകമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഫാക്ടറി പ്രോഡക്റ്റ് പോലൊന്നും, അല്ലെങ്കിൽ മറ്റൊരു ഉൽപ്പന്നം പോലെയൊന്നും അതിന് പറയരുതില്ലായിരുന്നത്. അപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വന്ന ചില പെശകുകളാണ്. പ്രൊഡക്ഷൻ എന്നുള്ള വാക്ക്, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പേര് വിമർശന വിധേയമായിരിക്കുന്നത്. അതേപോലെ തന്നെ സ്കൂൾ സമയം മാറ്റുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞങ്ങളുടെ ഓണത്തിന്റെ അവധിയോ ക്രിസ്മസിന്റെ അവധിയോ ഒക്കെ വെട്ടിക്കുറച്ചിട്ട് വേണോ സ്കൂൾ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ പോരാ എന്നാണ് ഒരു മതസംഘടന ചോദിക്കുന്നത്. ന്യായമായ ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രം വെട്ടിക്കുറച്ചാൽ മതിയോ? നിങ്ങളുടെ മറ്റ് ചില സമുദായങ്ങളുടെ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഒരു ദിവസത്തിന് വരെ 2 ദിവസമൊക്കെ അവധി കൊടുക്കാറില്ലേ? അല്ലെങ്കിൽ സ്കൂൾ സമയം വൈകുന്നേരം അരമണിക്കൂറാക്കിയാൽ പോലെ. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ്, നമ്മൾ പറഞ്ഞില്ലേ, ഭരണത്തിന് അതീതമായ ചില ശക്തികളുടെ പ്രവർത്തനം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇക്കാര്യത്തിൽ എതിർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം കാര്യങ്ങളിൽ. പക്ഷെ പറഞ്ഞ വാക്കിലാണ്, അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്കുകളിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ ആരുമില്ല. ഇന്നലെ പരസ്യമായിട്ട് CPM സംസ്ഥാന കമ്മിറ്റി ഒരു പ്രസ്താവന, നിവൃത്തിയില്ലാതെ വൈകുന്നേരം അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് സമ്മർദ്ദങ്ങളുടെ അവർക്ക് വന്നും തോന്നുന്നു. പക്ഷെ അതിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല. പകരം മറ്റേ സമുദായ നേതാക്കന്മാർ പ്രസ്താവനകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മട്ടിലാണ് പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആയിരുന്നല്ലോ രണ്ടാം നവോത്ഥാന നായകനായിക്കൊണ്ട് സമിതിയൊക്കെ നമ്മുടെ കണ്ടതാണല്ലോ നമ്മൾ ആ ശബരിമല സമരവും പിന്നീടുണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ. ആകെ അദ്ദേഹത്തെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഒരു മുൻ MLAയും പിന്നെ ഇപ്പോഴും മന്ത്രിയാണ്, മന്ത്രി VN വാസവൻ, കോട്ടയത്ത് നിന്നുള്ള മന്ത്രി. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ VN വാസവനാണ് അദ്ദേഹത്തെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തത്.
അതിന് രണ്ട് വശങ്ങളുണ്ട്. സമുദായപരമായ ചില താല്പര്യങ്ങളുണ്ട് വാസവന്. അതേപോലോടൊപ്പം തന്നെ വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലം, അവിടെ നിന്നാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തില് അവിടെ വലിയ സ്വാധീനമുണ്ട്. അതിന്റെ കുമരകം വരെയുള്ള ഭാഗങ്ങളാണ് ഏറ്റുമാനൂരിന്റെ ഭാഗമായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പഴയ കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ കടന്നിരുന്ന ഏറ്റുമാനൂർ ഭാഗങ്ങൾ, കുമരകം വരെയുള്ള ഭാഗങ്ങളെ ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. SNDPക്ക് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. അവർക്ക് വളരെ ശക്തി കേന്ദ്രമാണ് അവരുടെ. പണ്ട് കേരള കോൺഗ്രസുകളൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു ഏറ്റുമാനൂര്. അപ്പൊ വാസവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് വീണ്ടും മത്സരിക്കണം. അതോടൊപ്പം തന്നെ സമുദായ താല്പര്യം, അതോടൊപ്പം തന്നെ വേറൊരു കുഴപ്പം കൂടി ഇപ്പൊ വേറെ വന്നുകൊണ്ടിരിക്കുകയാണ്. വാസവൻ സപ്പോർട്ട് ചെയ്തത് ഈ പറഞ്ഞതുപോലെ പണ്ട് പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് വന്ന സമയത്ത് വാസവൻ ഇപ്പൊ അതിനകത്ത് റിബലായിട്ട് മാറുകയാണെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് സ്വാഗത പ്രസംഗം പറഞ്ഞ കൂട്ടത്തിൽ വാസവൻ അറിയാതെ അദാനിയെ പാർട്ണർ എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു ഉദ്ദേശത്തിലല്ല, പക്ഷേ ഒരു BJP അല്ലെങ്കിൽ പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് എതിരായിട്ട് അടിക്കാൻ ഒരു വടി കൊടുത്തു എന്നുള്ള മട്ടിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വാസവൻ ഏതാണ്ട് ഒരു സംശയത്തിന്റെ നിഴലിലൊക്കെ കിടക്കുകയാണ്. വെള്ളാപ്പള്ളിയും ഏതാണ്ട് ഒരു BJP നിഴൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ BJPയുടെ ശബ്ദമാണ് വെള്ളാപ്പള്ളിയുടെ ശബ്ദം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും കൊള്ളാം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന ചില പെശകുകളാണ്. ഉപയോഗിച്ച വാക്കുകൾ ഇപ്പൊ സമുദായ നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ആവേശം കൊള്ളുമല്ലോ. സമുദായ പ്രവർത്തകരോടാണ്, അദ്ദേഹത്തിന്റെ സമുദായത്തിലെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും ഒക്കെ ഇരിക്കുന്ന വേദി വെച്ച് പറഞ്ഞപ്പോൾ വന്നുപോയ ഒരു ആവേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏക മാർഗം വീണ്ടും എനിക്ക് തോന്നുന്നത് SRP പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും രാജഗോപാൽ സാർ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി അറിഞ്ഞുകൊണ്ട് ഒരു എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞതല്ല, അബദ്ധവശാൽ പറഞ്ഞു പോയതാണ്. വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഡക്ഷൻ, സ്കൂൾ സമയക്രമത്തിലെ മാറ്റം, ഇത്തരം വാക്കുകൾ, ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ.